ഇതെല്ലാം ഈ മന്ത്രവാദിയുടെ മായാജാലങ്ങളാ. ഇവിടെ എത്തിയോ നീ? ഞങ്ങളുടെ കോഴി കാണാനില്ലായിരുന്നേ. അവിടെ തന്നെയോ? തല്ലുകൈലി കിട്ടുമെന്ന് പറഞ്ഞാടാ നീ. എന്തായാലും കുഞ്ഞാണേ. ഇതെന്റെ കിടാവ് സിംബ. കള്ള പഴയ ആളൊന്നും അല്ലാട്ടാ. ഹൈടെക് ഹൈടെക്. എന്നെ ഒന്ന് പറയാൻ അനുവദിക്കൂ. ഇത് മോർഫിങ്ങാ. സിനിമ കണ്ടാലേ മുതലാളിക്ക് അത് മനസ്സിലാവും. എന്റെ മുതലാളി ഇത് കമ്പ്യൂട്ടർ വിദ്യ, ഒരാളെ മറ്റൊരാളാക്കുന്ന ടെക്നോളജി. എക്സ്ക്യൂസ് മീ, ഒരു പീസ് കേക്ക് കഴിക്കണമെങ്കിൽ 100 രൂപ വരും. ചലഞ്ചർ ഫിക്സ് റെഡിയാണോ? എനിക്കിപ്പോ വേറെ ജോലിയുണ്ട്. എന്റെ അടുത്ത് വന്നാണോ പറയുന്നത്? അല്ലേ എന്റെ വീഡിയോക്കകത്തിലും കൊണ്ടുവന്ന് കയറ്റത്തില്ല. തെമ്മാടി കേറി കേറി വരുന്ന എങ്ങനെ പിശാച്ച് നാറി നാറി നാറി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവനാണോ താൻ പറയുന്ന ഗോപാലൻ? സൂക്ഷിച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇത് ഗോപാലൻ തന്നെയാ. നിന്റെ അപ്പനാടാ ഗോപാലൻ. ഒരു ഇളം ഡൈനോസർ കൂട്ടനെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ അതിനെ ചൂടാൻ പോവാണ്. അപ്പൊ ഇന്ന് ഡൈനോ ചൂട്ടത്. എന്റെ മോൻ പോയി തൂങ്ങിച്ചത്. This is Essence Rock. ഓടുന്ന മയിലും കൂന്ന വേഴാമ്പലും AKA OMKV. ഡയറക്റ്റഡ് ബൈ മൈസെൽഫ്. ഇനി സിനിമയെ പറ്റി പറയുവാണെങ്കിൽ ഇജാതി അപരാധ മലങ്കൾട്ട് പടം എന്റെ ജന്മത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഒരു ചാൻസ് കിട്ടി അത് ഓവറാക്കും അല്ലടാ. ഫുൾ കിടിലൻ ചായ, നല്ല മഴ, പിന്നെ കിടിലൻ മ്യൂസിക്കും. ഈ വിദ്യ ഉപയോഗിച്ച് എന്നെ വേണമെങ്കിൽ മോഹൻലാലാക്കാം, മുതലാളിയെ കുരങ്ങാക്കാം, കഴുതയാക്കാം. ഇപ്പോഴും അത് തന്നെ ആണല്ലോ. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഒരു തെങ്ങ് കയറുന്നതിന് 150 രൂപ റേറ്റ് പറഞ്ഞു. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഒരുപാട് പേര് പറഞ്ഞ് റേറ്റ് വളരെ കൂടുതലാണ്. ഒക്കെ ഞാൻ എന്തായാലും റേറ്റ് കുറയ്ക്കാൻ തീരുമാനിച്ചു. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക കുഞ്ഞെ, നിനക്ക് എങ്ങനെ സാധിക്കുന്നു? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യത്തില്. ഞാൻ പറമ്പിൽ കൃഷി ചെയ്യുമ്പോ കിട്ടിയതാ ഇതുപോലത്തെ കാശുമുട്ട. ആണ്ടിപ്പട്ടി കട്ടപ്പൊമ്മനാന്നല്ലോടാ മോനെ. ജോലിയൊന്നും ആയില്ലേ? തന്റെ തന്തയാണോ അപരാധി? എനിക്ക് ചെലവിന് തരണേ മോനെ. ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ? ഒരു കല്യാണമൊക്കെ കഴിക്കണ്ട. എന്നാ നിന്റെ മോളെ കെട്ടിച്ചതാ പുണ്ടേ. പുള്ളി ഹാപ്പിയായി. ഒരാൾക്ക് 2 നേടല്ലോ. വിദേശ രാജ്യങ്ങൾക്കൊപ്പം താരതമ്യം ചെയ്യാൻ പറ്റുന്ന റോഡുകളുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം കേരളമാണെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. 25 വയസ്സ് കഴിഞ്ഞാൽ ലുക്ക് ആരും നോക്കില്ല, കയ്യിലെ പൈസ മാത്രം നോക്കുമെന്ന് പറഞ്ഞ് ഡെയിലി ക്രീം തേച്ച് ഉറങ്ങുന്ന ചെമ്മു കാസർഗോഡ്. എടാ, നമ്മള് വിചാരിച്ച പോലെ സാർ അത്ര പൊട്ടനൊന്നും അല്ല. സാർ ഇതൊക്കെ എങ്ങനെ പഠിച്ചു? ആ റേഷൻ കടയിൽ ചെന്ന് ഏത് അരി വേണമെന്ന് ചോദിച്ചപ്പോൾ മന്തി റൈസ് വേണമെന്ന് പറഞ്ഞ സിനാന്റെ പേര് റേഷൻ കാർഡിൽ നിന്ന് വെട്ടിമാറ്റി. അല്ലേ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. 25 വയസ്സ് കഴിഞ്ഞാൽ ലുക്ക് ആരും നോക്കില്ല, കയ്യിലെ പൈസ മാത്രം നോക്കുമെന്ന് പറഞ്ഞ് ഡെയിലി ക്രീം തേച്ച് ഉറങ്ങുന്ന ചെമ്മു കാസർഗോഡ്. രണ്ടുപേരെ ശ്രദ്ധിച്ചായിരുന്നോ? അത് രണ്ടും കൂടെ ഒന്നല്ല, രണ്ടാ. അപ്പോഴത് മോർഫിംഗ് അല്ല, തെറ്റുപറ്റിയത് നമുക്കാ. ക്യാമറയുടെ ട്രിക്കല്ലേ ട്രിക്കല്ലേ? എന്നിട്ട് ഈ ഞെളിഞ്ഞിരുന്ന് തിന്നുന്നമാരെ ലാത്തി അടിക്കുക. അത് ഒറിജിനൽ എന്ന് പറഞ്ഞു. ഇത് ഫിലിം ഒട്ടിക്കുന്ന ഞാൻ പണ്ടേ പറഞ്ഞു കേട്ടുള്ള സംഭവം. ക്യാമറ ഓണാണോ? ഞാൻ ചാടാൻ പോവാ. അഥവാ ഞാൻ തിരിച്ചു വന്നില്ലെങ്കിൽ എന്റെ യൂട്യൂബ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതൊരു അന്ത്യാഭിലാഷമാണ്. മുതലാളി, ഞാൻ വായിച്ചെല്ലാം പഠിച്ചു. ഇതൊരു പുതിയ ടെക്നിക്കാണ്, ഒരാളെ 2 ആളാക്കി മാറ്റുന്ന വിദ്യ. ഇതിന് ക്ലോണിംഗ് എന്ന് പറയും. എന്താണ് ക്ലോണിംഗ്? ഇതിന് ക്ലോസിംഗ് എന്ന് പറയും.